ഇല്ല. ഇത്ര പേരല്ല, നമുക്ക് കുറെ പേരുണ്ട്. വേറെ പകർന്ന് വേണേ നമുക്ക് കുറെ ആൾക്കാരുണ്ട്. വേറെ കുറെ ഉണ്ട്. ഈ അങ്ങനെ ഒരു എത്ര ഈ ഒരു 29 സെക്കൻഡ് വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റുന്ന താരങ്ങളല്ലല്ലോ നമുക്കുള്ളത്. നമുക്ക് എന്തോരം ഉണ്ട് വേറെ. മെയിനായിട്ട് ഇതിനകത്ത് ആരും മിസ് ഔട്ട് ചെയ്തതിൽ ഇപ്പം ഭഗത്തിനെ മിസ് ചെയ്തത് ഭയങ്കര ഒരു മിസ്സിംഗ് ആണത്. ബ്രോ എൽഡൻ റിംഗ് കളിക്കുവോ? ക്ലംസി OP. എടാ നിനക്ക് മറ്റേ പഴുതാരയും അട്ടയൊക്കെ എന്നെ എടുത്തിട്ട് പണ്ണണ കാണണം അല്ലേ ക്ലംസി? ബ്ലാക്ക് മിത്ത് വൂക്കോങ്ങിന്റെ DLC ഉടനെ വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ബ്ലാക്ക് മിത്ത് വൂക്കോങ്ങിന് ഗൈസ് RDRന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ഗൈസ്. ഞാൻ ഇപ്പം RDR കളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല. ഞാനത് ഓൾറെഡി കുറെ പേരടുത്ത് പറഞ്ഞായിരുന്നു. അത് ഞാൻ എൻജോയ് ചെയ്യാതെ ഇരുന്ന് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. RDR കളിക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലല്ല ഞാനത്. എനിക്ക് അതിൻ്റെ ഗെയിമിനൊരു കണ്ടിന്യൂറ്റി മെയിനായിട്ട് കിട്ടുന്നില്ല. അതാണ് മെയിൻ ഒരു പ്രശ്നം. ആൻഡ് ഇപ്പം എൻ്റെ മുന്നിലൊരു മെഷീൻ ഉണ്ട്. അതിനകത്ത് ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം RDR കളിക്കാനുള്ള ഒരു ഇതിലല്ല ഞാൻ മേ ബി എൻ്റെ ഡിസിഷൻ മാറുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് സ്ട്രീം ചെയ്ത് തീർക്കാം. എത്ര കില്ലായി PUBG? 200 ആയി ബ്രോ. 200 ആവുന്നു. 1000 കിൽസാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ 200 ആയിട്ടുണ്ട്. അപ്പൊ അറിയാതെ വന്നിട്ട് അങ്ങനെ ലാൽ പറഞ്ഞു ഇത് സൂപ്പർ ട്യൂണായി, സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഈ പാട്ട് എന്ന് പറഞ്ഞു. വിളക്ക് എടുക്കണ ഒരു ഇതാണല്ലോ. ഓട്ടോ ട്യൂണൊക്കെ എവിടെ എന്തിനു വേണമല്ലേ അതൊക്കെ? വെറുതെ ലിറിക്സ് പോലും ഇല്ലാതെ ചുമ്മാ പുള്ളി മറ്റേ താനിന്നാനിന്ന് പറഞ്ഞ കേൾക്കാതെ എന്തൊരു സുഖം. ഇവിടെ വിളക്കെടുത്താൽ പൂവണിയും സ്വപ്നങ്ങൾ. പുള്ളി വായിച്ചിട്ട് പുള്ളികളാകെ ഔട്ട് ഓഫ് മൂഡായി. ഇത് ഹിറ്റാക്കണമെങ്കിൽ ഈ ലിറിക്ക് വെച്ച് ഹിറ്റാവില്ല. നമ്മളന്ന് പറഞ്ഞില്ലേ ഒരു കഥ പറഞ്ഞ പോലെ പറയണമെന്ന് പറഞ്ഞില്ലേ, ഈ അതിന് പറ്റിയ ട്യൂണാണെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ വേണം ഇതിന്, എന്നാലേ ഇത് ഹിറ്റാവുള്ളൂ. നാളെ സൂപ്പർ ലിറിക്കുകൾ അദ്ദേഹം എഴുതും, എന്നിട്ട് എല്ലാം ചവിട്ടുകൊണ്ടേ കളയും. ഞാൻ പറഞ്ഞ ഇത്ര നല്ല ലിറിക്കൊക്കെ ചവിട്ടുകൊണ്ടേ കളയണ, അത് അതിലും നല്ല വേറെ വരും. അതാണ് നമ്മളുടെ കിട്ടിയ ഭാഗ്യം. ഈ അമ്പലക്കൽപ്പടവിൽ കഥയിലെ രാജകുമാരി എന്ത് പാട്ടാ ഇതൊക്കെ. വരമായി പൊന്നോളങ്ങളിൽ 1000 അപ്പൊ അറിയാതെ ഇത് ഇഷ്ടമല്ലാത്ത പാട്ടിൽ ഇഷ്ടമുണ്ടാവും. നീയൊക്കെ ജനിച്ച സമയത്തിന്റെ മിസ്റ്റേക്കാണ്. തന്തവൈവെന്നൊന്നും പറയരുത്. നിന്റെയൊക്കെ ചെറുപ്പത്തില് നിങ്ങൾക്ക് എന്താണോ ഓർമ്മകൾ, നിങ്ങളെ മെമ്മറീസ് നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അത് വേടനാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഡാപ്സി ആവാം, ചിലപ്പോൾ നിങ്ങൾക്ക് അത് വേറെന്തെങ്കിലും ആവാം. നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ കേട്ട് വരുന്ന സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മെമ്മറീസ് ആവണേ. അപ്പോൾ നിങ്ങൾ അതായത് നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പാട്ടുകളുടെ രീതി ഇങ്ങനെ ആയിരിക്കത്തില്ല, പാട്ടുകളുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കത്തില്ല. അതൊക്കെ മാറുമ്പോൾ അന്ന് നിങ്ങൾ പറയും, നിങ്ങൾ കേട്ടോണ്ടിരുന്ന പാട്ടുകളെ പറ്റി നിങ്ങൾ പുകഴ്ത്തി പറയുമ്പോൾ അന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ തന്തവൈവെന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാകത്തുള്ളൂ. ഞങ്ങൾ ജനിച്ച സമയത്ത് ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലും ഞങ്ങളുടെ ത്രൂ ഔട്ട് ദ എൻ്റർടൈൻമെൻറ്റ് ജേണിയിൽ വളരെ ഭാഗമായിട്ടുള്ള കുറച്ച് ആൾക്കാരും കുറച്ച് പാട്ടുകളും കുറച്ച് സിനിമകളുമാണ് നമ്മളിപ്പോൾ എൻജോയ് ചെയ്യണത്. അത് പറയണ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് തന്തവൈവായിട്ടും ഇതുമായിട്ടൊക്കെ തോന്നും. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാകത്തില്ല. ലൈക്ക് ഈ എൻ്റെ ലൈവ് കാണുന്ന ചെറിയ ജനറേഷനിലുള്ള പിള്ളേർക്ക് അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ മനസ്സിലാകത്തുള്ളൂ. എന്താണ് ബ്രോ ഒരു കോട്ട്, 1 apple fell and the whole world knew the meaning of gravity, but millions of bodies fell and yet nobody knows the meaning of humanity. എന്ത് സാധനോടാ അത്? എവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ട് വന്ന്? ChatGPT ആയിട്ടാണല്ലേ ഇപ്പൊ ഫുൾ ടൈം? ChatGPT ആണല്ലോ ഇപ്പൊ ഗേൾഫ്രണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ChatGPTയോട് സംസാരിക്കണ മച്ചാനാണ് അത് കേട്ടാ. അത് ഉറപ്പാണ്, ഒരു സംശയമില്ല. ChatGPTയുടെ അൾട്ടിമേറ്റ് കൂട്ടുകാരൻ. ChatGPT ആയിട്ട് റിലേഷൻഷിപ്പില്ല പുള്ളി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടിടുന്നത് കേട്ടാ. പക്ഷെ ഭയങ്കര കിടലൻ സാധനമാണത്. സാഹിബിന്റെ കൊറേ ഐറ്റം ഇങ്ങനത്തെ വൈര്. അത് കണ്ടത്
അയ്യോ എന്നാ സത്യം ആർക്കും ഇത് മനസ്സിലാവില്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്താന്ന്. അഭിരാം ശിവകി മോറിസ് ബ്രോ, താങ്ക് യു സോ മച്ച് കനഡിയൻ ഡോളർ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അയ്യോ സ്റ്റാർട്ടഡ് ആസ് എ കിച്ചൺ സീൻ എൻഡഡ് അപ്പ് ആസ് എ ഹിസ്റ്ററി. ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. മെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? I am പേർലാൽ. എന്ത് പാടോടെ ഇതൊക്കെ. ഭവാനി ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. മൗനം, സമ്മതം. മുത്തച്ഛന് ആ മസാല ദോശ എന്താ മസാല ദോശ? മദാലസ. മദാസല. അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. ആഹാ, അച്ചോടിനെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? അതാണ് സാധനം. അച്ചേടനെ പോലെ തന്നെ മയില്. സവാള ഗിരി 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 ഗിരി. ആഹാ, അച്ചോടിനെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ, താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ 2 കാലും അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പൊ നീ പഠിക്കുള്ളൂ. ആ കിണ്ടിന്നാണല്ലേ പറഞ്ഞത്. ഞാൻ കേട്ടത് കുണ്ടിന്നാ. സോറി, തെറ്റിദ്ധരിച്ചു. എന്തോ ഒരു സാധനം. എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടുംകാട്ടെടുത്ത് ഉണക്കമുന്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് പോട്ടെ മോളെ. ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കളെ. നീ ഒന്ന് എന്തൊക്കെ സാധനമാണല്ലേ എന്റെ അമ്മോ. കൊറേ പടം ഉണ്ടോ. ഇത് മാത്രല്ല, ഞാൻ പറയാം, നിങ്ങള് മിസ് ഔട്ട് ചെയ്തിട്ടുള്ള സാധനം. ഒന്ന് വെട്ടം, പഞ്ചാബി ഹൗസ്, പിന്നെ ഏതാ, പുലിവാൽ കല്യാണം, പിന്നെ പാണ്ടിപ്പട, ചതിക്കാത്ത ചന്തു. എന്റെ അമ്മോ, ഇങ്ങനെ കുറെ സാധനം ഉണ്ടറാ എന്റെ ആളിയാ. ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് അറിയത്തില്ല. ചില സമയത്ത് ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഓരോ ക്ലിപ്പ് കാണുമ്പോൾ ഞാനിരുന്ന് ഈ പടം കാണാന്ന് വിചാരിച്ച് പ്രൈമിലും അതിലൊക്കെ ഇരുന്നിട്ട് ആ സീൻ മാത്രം കാണാനായിരിക്കും ഞാൻ ചിലപ്പോൾ വെക്കുന്നത്. പക്ഷെ ഞാൻ ഫുൾ ഇരുന്ന് പടം കാണും. എന്താ പറയുക, എത്ര വട്ടം കണ്ടാണെങ്കിലും ഞാൻ ഇരുന്ന് വീണ്ടും ആ ഫുൾ പടം കാണും. ഞാൻ കുറേ പടം എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, സത്യം പറയാലോ. CID മൂസ്, അയ്യോ സത്യം CID മൂസ് ഒക്കെ സീനാണ്. സീൻ പറക്കുന്തളിക. അയ്യോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, പറക്കുന്തളിക. 90s അർജുൻ മെമ്മറി ചൈൽഡ്ഹുഡ്. അർജുൻ ബി ആർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 40 rupees സൂപ്പർ ചാറ്റ്. അങ്ങനെ പറയരുത് അർജുൻ ബി ആർ ബ്രോ. ഈ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ട്രിഗർ ആവുന്നതിൻ്റെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ 90s ജനിച്ച എല്ലാവരും നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും 90s കിഡ് മാത്രമാണ് ലക്കി, നമ്മൾ മാത്രമാണ് ലക്കി, നമ്മളായിരുന്നു അടിപൊളി, നമ്മളായിരുന്നു ദ ബെസ്റ്റ് ജനറേഷൻ. ഈവൻ ദോ നമുക്ക് ആ ഫീൽ ഉണ്ടെങ്കിൽ പോലും നമ്മളത് പുതിയ ജനറേഷനോട് ഫീഡ് ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. അത് ഉറപ്പാണ്. കാരണം അപ്പം അവർ അൺലക്കി ആയിട്ടാണോ ജനിച്ചത്, അപ്പം അവർ ട്രിഗർ ആവും. അത് അവർക്ക് അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ജനറേഷനിലുള്ള കാര്യങ്ങളെ പറ്റി പറയും. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റിയത് അവർക്കും ഉണ്ട്. നമ്മളിങ്ങനെ പറയുമ്പോഴാണ്, ഈ 90s ജനിച്ച ആൾക്കാർ നമ്മളിരുന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് അവർക്കും ട്രിഗർ ആവുന്നത്. മനസ്സിലായോ? നമ്മളെല്ലാവരും നമ്മൾ ജനിച്ച അതിൽ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഇത് ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ നമ്മൾ ലക്കി എന്നുള്ളൊരു രീതിയിൽ അങ്ങ് വിചാരിച്ചാൽ മതി. അല്ലാതെ നമ്മളാണ് അവരെക്കാളും ലക്കി എന്ന് പറയുമ്പോൾ അവർക്കും ട്രിഗർ ആവും. തിരിച്ച് നമ്മളെ തന്തോയം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിഗർ ആവും. അതാണ് പ്രശ്നം. പ്രൈം ദിലീപ്, അയ്യോ സത്യത്തിൽ ദിലീപിന് എത്ര പടം ഉണ്ടെന്നറിയാം. നൈസ് സാധനം, നല്ല കൊള്ളാം. VIP കൊള്ളാം. ഫ്രെയിം ആണോ ഇല്ല എങ്ങനെയാണ് അത്? ഏത് മറ്റേ വൈറ്റ് കളറിലെ സൈഡിലിരിക്കുന്നത്? ഇത് പേപ്പർ. ഓ, ടേപ്പ് അടിച്ചത്. ടേപ്പ് വലിച്ചിളക്കിയല്ലോ, ഇത് പേപ്പറാണിത്. നിന്നെ എന്റെ പൊന്നെ, നിങ്ങളൊക്കെ ഇല്ലേ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ.
ബൈ. അമ്പോ കിടിലം ബ്രോ, കിടിലം, ഒന്നും പറയല്ലേ. നൈസ് നൈസ്. അണ്ണാ നമുക്ക് വീക്കിലി DC ഒരു മൂവി നൈറ്റ് വെച്ചാലോ? ജിഷ്ണു കെ. ഹായ് ജിഷ്ണു, ഹേറ്റർ ആണെന്ന് അറിയാം. ചാനലിൽ പോണം, മുടിയണം, മൊത്തത്തിൽ നിർത്തണം, സ്ട്രീമിംഗ് നിർത്ത. അതിലും ഭേദം, ഇതിലും നല്ലത് നീ യൂട്യൂബ് നിർത്തി പോടാ പുണ്ടച്ചി എന്ന് പറഞ്ഞൊരു 50 രൂപ എനിക്ക് തരുന്നതായിരുന്നു. അവൻ ഉദ്ദേശിച്ച മറ്റേ ലൈവ് ഇടാണ്ട് ഡിസ്കോഡില് ആയിരുന്നു, മനസ്സിലായോ? അങ്ങനാണ്. OTT പടം. അങ്ങനെ, മനസ്സിലായ? ഓക്കെ 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 അങ്ങനാണെങ്കിൽ ഓക്കെ, അങ്ങനാണെങ്കിൽ ഓക്കെ. അബ്സോൾ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 40 rupees. ലാസ്റ്റ് വീഡിയോ നോക്ക്, നീ പറഞ്ഞതുപോലെ തന്നെയാണെന്ന്. തിങ്ക് വെർട്ടിക്കൽ. ഇതെന്ത്, ഇത് എത്ര പൂജ്യമാ? 1 2 3 4 5 6 യൂണിറ്റ് 10 100 1000 10,000 ലാക്ക്. 1,00,000 രൂപയോ? അതെന്ത് കറൻസി? IDR അളിയ, ഇത് ഇന്തോനേഷ്യൻ റിംഗറ്റ് ആണോ? അതാണ് റിംഗറ്റ് ആണോ ഇന്തോനേഷ്യയിൽ? അല്ലല്ലോ. എടാ ഇത് സായിപ്പിന് ചലഞ്ച് കൊടുത്ത ആ ബ്രോ ആണോ? ആണെന്ന് തോന്നുന്നു. അതെ അതെ ആണെന്ന് തോന്നുന്നു. സായിപ്പിന് ചലഞ്ച് കൊടുത്ത പുള്ളിയാണെന്ന് തോന്നുന്നു കേട്ടാ. ഇപ്പൊ ഇന്തോനേഷ്യൻ കറൻസി ഒക്കെ വന്നോളൂ കേട്ടാ നമുക്ക്. തിങ്ക് വെട്ടിക്കൽ. ഇത് കൺവേർട്ട് നമ്മളുടെ കൺവേർട്ട് ചെയ്ത് എത്ര ആവും? അയ്യോ അതെനിക്ക് അറിഞ്ഞോടാ. എന്താ കാണാൻ ഇന്തോനേഷ്യയിൽ എന്താണ് ബ്രോ കറൻസി? എന്താണ് റിംഗറ്റ് ആണോ? അല്ലല്ല, റിംഗറ്റ് എവിടെയാ ഉള്ളത്? സിംഗപ്പൂർ അല്ല, സിംഗപ്പൂർ ഡോളറാ. ഇന്തോനേഷ്യയിൽ റിംഗറ്റ് ആണോ? റിംഗറ്റ് എന്നാണോ പറയണേ? ഇതിന് കറൻസിക്ക് എന്തോ പറയും. ഇന്തോനേഷ്യ ആണ് IDR. അതാ ഇന്തോനേഷ്യ തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അവിടുത്തെ ഓക്കെ ഓക്കെ ഓക്കെ. സായിപ്പിന് ഈ പുള്ളിയാണ് സായിപ്പിന് ചലഞ്ച് കൊടുത്തിരിക്കുന്നത്. 6 ലക്ഷം രൂപയുടെ ചലഞ്ച്. ബ്രോ താങ്ക് യു സോ മച്ച്. 6 ലക്ഷം രൂപയുടെ ചലഞ്ചാണ് സായിപ്പിന് കൊടുത്തേക്കുന്നത്. ആൻഡ് ശരിക്കും പറഞ്ഞ തിങ്ക് വെട്ടിക്കൽ ബ്രോ അവൻ റിയലി ഡിസേർവ്ഡ് ആണ്. സപ്പോർട്ട് ചെയ്യണം അവന്. ഒത്തിരി സ്ട്രഗിൾസിലാണ് അവൻ. എനിക്ക് പേഴ്സണലി അവനെ അറിയാവുന്നതുകൊണ്ട് പറയാണ്. ലൈക്ക് അവനെ ഹെൽപ്പ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച്. ആ ചലഞ്ച് അവന് കൊടുത്തതിനും ഇവിടെ സൂപ്പർ ചാറ്റ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ അവന് ഇപ്പം കൊടുത്തിരിക്കുന്ന ചലഞ്ച് കേസ് നമ്മുടെ ഓഡിയൻസിൽ അറിയാത്തവരുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയുടെ ചലഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അതായത് 50 ഡിന്നർ ചലഞ്ച്, 50 ഡിന്നർ കണ്ടിന്യൂസ് അടിക്കണം. അതുപോലെ 20 KD മുകളിലുണ്ടാവണം. അതാണ് ഡീല്. അപ്പൊ സായിപ്പ് സ്ക്വാഡൊക്കെ സെറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്യട്ടെ എന്ന്. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് ഫിനിഷ് കൂടെ കളിക്കുന്ന ചലഞ്ച്. അതെ അതെ. ഡ്യൂറേഷൻ എത്ര അണ്ണാ? 1 മാസമോ? അത് സമയം എത്ര ആണെന്ന് അറിയില്ല. കൂടെ കളിക്കുന്ന എല്ലാവർക്കും സമയമുണ്ടോ? കൂടെ കളിക്കുന്ന എല്ലാവർക്കും പൈസ ഉണ്ടാവും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം സെറ്റ്. എടാ സോങ് ആണേലും വയലിൻ വായിച്ചാൽ വേറെ മൂഡാണ്. വയലിൻ പോയി അല്ലേ? ഏത് സോങ് ആണേലും അയ്യോ അത് ശരിയാ ബ്രോ. വയലിൻ ഒരു പ്രത്യേക ഇൻസ്ട്രുമെന്റ് ആണ്. അത് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. ഗബ്രിമാര് ബ്രോ താങ്ക് യു സോ മച്ച്. SR മൈ എവർ ടൈം ഫേവറേറ്റ് മൂവി പവിത്രമാണ്. ശ്രീരാഘവ പാടുമെന്ന്. ഗബ്രിമാര് ബ്രോ പാടിത്തരും ഉറപ്പായിട്ടും. ശ്രീരാഘവ ഞാൻ പാടിത്തരും. അതിപ്പോൾ ഇവര് ഡിസ്കോ ട്രോൾസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ പാട്ട് പാടാനിരുന്ന ശോകമാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പാടിത്തരാം. അണ്ണാ മൈൻക്രാഫ്റ്റ് ഞാൻ ഡുവോ VCയിലുണ്ട്, വലിക്കുമെന്നോ? അയ്യോ ബ്രോ, റെംബീറോ ഗെയിമിംഗ് ബ്രോ ഇപ്പോഴല്ല, വേറൊരു ദിവസം. ഞാനിപ്പോൾ ഡിസ്കോ ട്രോൾസ് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം മൈൻക്രാഫ്റ്റ് കളിച്ചാൽ ശരിയാവത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടില്ല. താങ്ക് യു സോ മച്ച് ബ്രോ. ഒരു പാട്ട് പാടിയാലോ? ട്രൈ വിത്ത് യുവർ വോയിസ്. ഇതിന്റെ ഡ്യൂറേഷൻ കണ്ടാ അറിയാം ഊമ്പിക്കാനാണ്. നീ വാ പൊളിക്കരുത് പ്ലീസ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് റീൽസിൽ വർക്കൗട്ട് ആവും, പക്ഷെ ഇവിടെ വർക്കൗട്ട് ആവില്ല. കാരണം ഞാൻ എനിക്ക് ഡ്യൂറേഷൻ കാണിക്കും. 7 സെക്കൻഡിൽ എന്തായാലും ഈ പാട്ടിന്റെ ബാക്കി പാടാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ സായിപ്പിന്റെ ആണെന്ന് വിചാരിച്ചു. ഞാൻ വേറെന്തോ വരുവാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടാ. അതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പക്ഷെ തൊണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി ഒന്ന് വന്നായിരുന്നു. നീ വാ പൊളിക്കരുത്. അത് എന്റെ അടുത്ത് വർക്കൗട്ട് ആവാൻ വിചാരിച്ചു കേട്ടാ, പക്ഷെ ഡ്യൂറേഷൻ കാണിക്കും ബ്രോ. റീൽസിലായിരുന്നു ഇത് ഏറ്റേനെ. ഈ ന്യൂ ഇയറിൽ ജനിച്ച കുട്ടികൾ, അതായത് 2025 ജനുവരി 1 മുതൽ ജനിച്ച കുട്ടികൾ ഇനി അറിയപ്പെടാൻ പോകുന്നത് ജനറേഷൻ ബീറ്റ എന്നായിരിക്കും. ഇവരിൽ കൂടുതൽ യങ്ങർ മില്ലേഴ്സിന്റെയും എന്റെ പയ്യൻ ജനറേഷൻ ബീറ്റ ആണ്, മനസ്സിലായ? ഓൾഡർ ജെൻസേഴ്സിന്റെയും മക്കളായിരിക്കും. അതായത് ജനറേഷൻ ബീറ്റയിൽ പെടുന്ന 2025 മുതൽ 2039 വരെ ജനിക്കുന്ന ഇവരിൽ കൂടുതലും 22ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരിക്കുന്നവരായിരിക്കും. അതായത് 2100 വരെ.
ജനറേഷൻ ബീറ്റയുടെ ലൈഫിന്റെ എക്സ്പെക്ടേഷൻസും അതിനെക്കുറിച്ച് വരുന്ന പ്രൊഡിക്ഷൻസും ഒക്കെ വളരെ രസകരമാണ്. നമ്മുടെ പയ്യന് ബീറ്റ് എന്ന് പേരിട്ടല്ലോ എന്നാ. ഇവരുടേത് ക്യാൻസറിനെ വാക്സിൻ ഉപയോഗിച്ച് അത് ന്യൂ ഇയറിന് ഭേദമാക്കുന്ന ജനിച്ച ലോകമായിരിക്കാം. പിള്ളേരാണ്. ശരീര അവയവങ്ങള് 3D പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ലോകമായിരിക്കാം അത് ചിലപ്പോൾ. ഓരോ വ്യക്തിയുടെയും ആരോഗ്യ സംരക്ഷണം അവരുടെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള DNA ബേസ് ചെയ്തായിരിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എപ്പോഴും കൂട്ടിയിട്ടുള്ള വിർച്വൽ റിയാലിറ്റി ഒരു ഗെയിമിംഗിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ക്ലാസ് റൂമായും പ്ലേ ഗ്രൗണ്ടായും വർക്ക് പ്ലേസ് ആയും ഒക്കെ നിലനിൽക്കുന്ന ഒരു ലോകം. AI എന്തായാലും ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യും. ഗവൺമെന്റുകൾ ക്യാഷ് പ്രിന്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. കാരണം ജനറേഷൻ ബീറ്റ അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പ്രധാനമായും ജൻബീറ്റ വ്യക്തികൾ ചെയ്യാൻ പോകുന്ന ജോലികൾ നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ജോലികളായിരിക്കും. ലോക രാജ്യങ്ങളിലെ വ്യക്തികൾ തമ്മിൽ ഭാഷയുടെ അതിർവരമ്പുകൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഒരൊറ്റ ക്ലിക്കിൽ ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കും. പറഞ്ഞു വരുന്നത് ജനറേഷൻ ബീറ്റ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സാധ്യതകളുടെ ജനറേഷനാണ്. വെൽക്കം ടു ദ വേൾഡ് ജൻബീറ്റ. ജൻബീറ്റയുടെ കാലത്തെ പറ്റിയുള്ള നമ്മുടെ ഫ്യൂച്ചർ കാലത്തെ പറ്റിയുള്ള നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യൂ. എടാ അവരെ എങ്ങനെയായിരിക്കും ആ ജനറേഷൻ എങ്ങനെയായിരിക്കും അല്ലേ അവര് ജീവിക്കാൻ പോണേ? എന്റെ പൊന്നോ സത്യമാണ്. ആൻസർക്കാണോ? അയ്യോ എടാ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവളോട് ചോദിച്ചതാണ്. ഞാൻ ദുബായിൽ നിന്ന സമയത്ത് ഞാൻ ചോദിച്ചതാണ്, നിനക്ക് കുഞ്ഞിന്റെ ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാന്ന്. അവള് പറഞ്ഞത് അത് വേണ്ടാന്ന് പറഞ്ഞു. ജനിക്കുമ്പോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ആണാണോ പെണ്ണാണോ അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ചെറുക്കനായി പോണതാണ്. എനിക്ക് അറിഞ്ഞൂടാ അത് ആണാണോ പെണ്ണാണോ എന്ന്. ഇല്ല ഞങ്ങൾ ഇതുവരെ അത് ഈഗിളിന് ആര് വേണം? ഈഗിളെ എനിക്ക് ആദ്യത്തെ ആൺകുട്ടി രണ്ടാമത്തെ പെൺകുച്ചും വേണമെന്നാണ് ആഗ്രഹം. ഒരു നിനക്ക് പെണ്ണ് കിട്ടത്തില്ലല്ലോ അളിയാ, പിന്നെയല്ലേ കൊച്ചിന്റെ കാര്യം. അണ്ണുവിനെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാവോ? മുഹമ്മദ് യസീം ബ്രോ പുള്ളി വരും. ലാസ്റ്റ് വീഡിയോ നീ പറഞ്ഞതുപോലെ തന്നെ ആയെന്ന് അസോൾ ബ്രോ. അത് തന്നെ സത്യം. പിള്ളേര് പുള്ളി കഞ്ചാവായിരിക്കും. നല്ലതൊന്നും പറയരുതടാ, നല്ലതൊന്നും പറയരുത്. മറ്റേ ഫസാദ് കമ്മിറ്റിയിലുള്ള ആളാണ് ബ്രോ. കാസ്ട്രോ RP റിട്ടേൺ വരുമോ ബ്രോ? യുവർ ഇൻസ്പിറേഷൻ. അയ്യോ ബ്രോ കാസ്ട്രോടെ അടുത്ത് ചോദിക്കണ്ടേ? അത് എനിക്ക് അറിഞ്ഞുകൂടാ അത് കാസ്ട്രോയെ പറ്റി. കാസ്ട്രോ ഇപ്പം RP അല്ലല്ലോ കളിക്കണം. RP കളിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞ ആദ്യം പെണ്ണാണ് നല്ലതെന്ന്. ആണോ? അങ്ങനെയാണോ? ഇറ്റ്സ് എ ഗേൾ എന്ന് നമുക്ക് ചുമ്മാ ഒരു പോളിട്ട് നോക്കിയാലോ? ബോയ് ഓർ ഗേൾ? ബോയ് ഗേൾ. പക്ഷേ ഗേൾ എന്നെ ഓട്ട് നിറച്ചിരുന്നു. നോക്കട്ടെ. ഗേളാണ്. എല്ലാരും വോട്ടി. സജിമോൻ ഫാൻ ബോയ് 100 rupees. ഹലോ വാസോണ്ണ, ഒരു റിക്വസ്റ്റ് ആണ്. ബ്ലാക്ക് മാഫിയിലെ സജിമോന് 7K ആവാൻ കുറച്ച് സമയം മതി, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എടാ ഞാൻ ഡിസ്കോഡ് ഓൾസ് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാടാ. താങ്ക് യു സോ മച്ച് ഫോർ ദ സൂപ്പർ ചാറ്റ്. ബോയ് വിൻ ചെയ്തല്ലേ അണ്ണാ? പോൾ ഇപ്പുറത്തെ സ്ക്രീനിൽ ഇടണ. പോള് മാത്രമായിട്ട് എടുത്തു വരാം. ഞാൻ ഇടയ്ക്ക് നോക്കാം. കുറച്ചേരം വോട്ട് ചെയ്യട്ടെ. ട്രാൻസ്ജെൻഡർ എന്നോ? കഷ്ടോടാ. ഇതൊക്കെ ആരുടെ സുഗുണ? കഷ്ടം. 2030 ഫോണിലൂടെ സിഗരറ്റ് വലിക്കാൻ കഴിയുമോ? എന്തൊക്കെയാടാ വേറെ മനുഷ്യന് ഉപകാരപ്രദമുള്ള എന്തെങ്കിലും വരുമോ നീ നോക്ക്. ബ്രോ കാനഡ ട്രെയിലർ കാണുമോ? വേറെ ലെവൽ കാനഡോ സൈഡർ ട്രെയിലർ കാണാവോ? സച്ച് സുരേഷ് ബ്രോ. ഫിലിം ആണെങ്കിൽ എനിക്ക് പണി കിട്ടും ബ്രോ. അവര് അടിച്ചു തരും ബ്രോ. എനിക്ക് സ്ട്രൈക്ക് അടിച്ചു തരും ബ്രോ ട്രെയിലർ. ട്വിൻസ് അല്ലടാ. ട്വിൻസ് ആണ് സ്കാൻ ചെയ്യുമ്പോ അറിയാൻ പറ്റില്ല. ട്വിൻസ്. ഐ വാണ്ട് എ സിറ്റി ലൈക്ക് ദിസ്. രഘു வாக்கிங் போறீங்களா? இல்ல ஸ்விம்மிங் போறேன். போங்க. என்ன ரகு ரொம்ப நேரமா பேசிட்டு இருக்கீங்க? ஃப்ரெண்டா? இல்ல நான் கொலை பண்ண வந்திருக்காரு. ரேட் பேசிக்கிட்டு இருக்கோம். என்ன ரகு சட்டை இல்லாம போறீங்க? சட்டை இல்லாம நடந்தா சந்தோஷம் போறோம் ஜோசியர் சொன்னார். அப்படியா? இருக்கட்டும். என்ன ரகு வேட்டியை தூக்கிட்டு வர்றீங்க? வேட்டியை தூக்கிட்டு ஓடா வெயிட் பண்ணு டாக்டர் சொன்னாரு. அப்படியா? ஓடுங்க. സത്യല്ലേ? എല്ലാരും ചിരിച്ചു കളിച്ച് പ്ലസന്റ് കൊല്ലാൻ വരുന്നവനും ചാവാൻ പോകുന്നവനും എല്ലാരും സന്തോഷം, ഹാപ്പി, അത്രേ ഉള്ളൂ. അമ്മോ
കൊള്ളാൻ വേണം സപ്പോർട്ട് ചെയ്യാവോ ഐ ഡി സെലസ്റ്റിലാണ്. നൈസറാ, കൊള്ളാം കൊള്ളാം കൊള്ളാം. നൈസ് നൈസ് നൈസ്. എന്റെ പൊന്നോ, ഇവന്റെ എയിം ഭയങ്കര സീനാണ്. ഇവൻ വിഷുവാണ് ഇവൻ. തലയിൽ മാത്രം എടാ, ഇത് ആരാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇത് നിന്റെ അപ്പൻ. എടാ, നീ വാലറിന്റെ ഒക്കെ ഗ്രൈൻഡ് ചെയ്യണമെന്നല്ലേ? നീ ഇന്റർനാഷണൽസ് ഒന്നും കാണാറില്ല, VCT ഒന്നും കാണാറില്ല. സൂപ്പർ. ഹാക്കർ ഹാക്കർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂഞ്ചി ഇരുന്നോണം, കുണ്ണക്കളയും വെച്ച്. ജീസസെ, ഈ വർഷമെങ്കിലും നല്ലൊരു വർഷമായിരിക്കണം എനിക്ക് കേട്ടാ. നിങ്ങൾ ചാറ്റിലൊക്കെ വരാറുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ വർഷം നിങ്ങൾ വന്നതെന്ന് അറിയാം. പക്ഷെ ഈ വർഷം എനിക്ക് കുറച്ച് കൂടുതൽ ബ്ലെസ്സിങ്സ് തരണം കേട്ടാ. നല്ലൊരു വർഷം എനിക്ക് മാത്രമല്ല, ലൈവ് കാണുന്ന എല്ലാവർക്കും നല്ല ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുക്കണം കേട്ടാ. കേട്ടാ, എല്ലാവർക്കും വെൽക്കം. ജീസസിന് വെൽക്കം. മ്യൂസിക് വേണം, കമ്പോസറെ വേണം, ഹെൽപ്പ് ചെയ്യോ ID. ഗൈസ്, ഇവിടെ നമ്മുടെ ചാറ്റ് കാണുന്ന മ്യൂസിക് കമ്പോസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അശ്വിൻ കെ കോണ്ടാക്ട് ചെയ്ത് നോക്ക്. ലാസ്റ്റ് വീഡിയോ ഒന്ന് കാണാമോ? ഇട്ടിട്ടുണ്ട് DCയിൽ. അബ്സോൾ ബ്രോ, ഞാൻ കാണാം ഞാൻ നോക്കാം. 6 ലക്ഷം IDR is equal to 3178 rupees. അയ്യോ, 6 ലക്ഷം IDR അല്ല മുഹമ്മദ് ജാസിം ബ്രോ. അവന് കൊടുത്തിരിക്കുന്നത് 6 ലക്ഷം ഇന്ത്യൻ റുപ്പിയുടെ ചലഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ 6 ലക്ഷം IDR അല്ല കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ മുഹമ്മദ് ജാസിം ബ്രോ 6 ലക്ഷം രൂപയുടെ ഇന്ത്യൻ റുപ്പി വേർത്തായിട്ടുള്ള ചലഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളി ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്റെ പൊന്നോ, ആ കുറച്ചുകൂടെ ഡയലോഗ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വെക്കണമായിരുന്നു പൊറോട്ട. ആ മോളാരാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നു. ഇവര് 3 പേരും എന്റെ ആണോ? ബഹുവർണ്ണ ലൈറ്റ് നെയിം ബോർഡുകളും ഇതെന്താ? ബഹുവർണ്ണ ലൈറ്റ് നെയിം ബോർഡുകളും അനധികൃത ലൈറ്റുകളും ഘടിപ്പിച്ച ടൂറിസ്റ്റ് ബസ് ഉൾപ്പെടെയുള്ള പൊതുവാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാധനം കൊള്ളാം. പക്ഷെ അണ്ണാ, ഞാനിത് ആനിവേഴ്സറിക്ക് വേണ്ടിട്ട് വരച്ചതാണ്. അണ്ണൻ കണ്ടില്ല. അയ്യോ എടാ, ഞാനത് കണ്ടില്ലടാ, സത്യം ഞാൻ മിസ് ചെയ്ത്. അയ്യോ എടാ, താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യുടാ ബ്രോ. എനിക്കിത് കൊറിയർ അയച്ചു തരുമോ പ്ലീസ്? ഇത് എത്ര അവേഴ്സ് എടുത്തതാണ് ബ്രോ? നിങ്ങൾ ആണ് ആ ചിരി രക്ഷണം. ഞാൻ ഡിഫൻസിലാണ് ജോബ്. എന്റെ സ്ട്രെസ് മാറുന്നത്, ഹാപ്പി ആവുന്നത് ബ്രോയുടെയും ക്യാസ്റ്റോടെ ലൈവ് ആണെന്നാണ്. TV ഓൾസോ ലവ് യു ബ്രോ. ഹൈഡ്രാവൈറ്റ് താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. അജ്മൽ ബ്രോ, താങ്ക് യു സോ മച്ച്. 87.29 അണ്ണ ലവ് യു. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. എക്സൻ അണ്ണന്റെ തെറി കണ്ടിട്ട് ജീസസ് വീണ്ടും കുരിശ് കയറി വന്നു. എടാ, ഞാൻ ജീസസിന് ഒന്നും പറഞ്ഞില്ല. ഇത് ഇങ്ങനെയാണോ വരച്ച്? കട്ട് ചെയ്ത് തള്ളേ ബ്രോ. അതെന്താ സാധനം?
അത് കൊള്ളാല്ലേ? ഷിബിൻ ബ്രോ, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. അയ്യോ അത് കൊള്ളാം ബ്രോ, താങ്ക് യു. അത് നൈസ് അല്ലേ? അത് കൊള്ളാം. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എടാ ഉണ്ണി കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് ഓഡീഷൻ From this താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾക്ക് പോർട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെ ഏത് എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് അവിടെ പോർട്രേറ്റ്? എന്റെ ഹെഡ്സെറ്റിന്റെ ഒരു സൈഡ് പോകാണോ നിങ്ങൾക്ക് അങ്ങനെയാണോ? അങ്ങനെ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അതെന്തിനാണെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺസ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് അവിടെ ആക്ട് ചെയ്യാം. 2 minutes to think, maximum 5 minutes. എന്റെ പൊന്നോ, അത് കണ്ടത്. ഇതില് ഈ സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ വന്നപ്പോ മുതൽ എന്നെ എല്ലാവന്മാരുടെ കൂട്ടം കൂടിയിട്ട് ഇതാക്കാൻ തുടങ്ങിയതാ, ഇനി ഇവിടെ ഞാൻ മതിയെന്ന്. അത് ശരിക്കും ഒരു സിനിമ ഡയലോഗ് മാത്രമല്ല, അതൊരു സിനിമയിലെ ക്യാരക്ടർ ഡയലോഗ് മാത്രമല്ല. അത് സത്യം പറയാലോ, അതൊരു ക്യാരക്ടർ ഡയലോഗ് മാത്രമല്ല, എൻ്റെ ഇൻഡസ്ട്രിക്കുള്ളൊരു, നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു മറുപടി ആയിട്ട് തന്നെയാണ് ആ ഡയലോഗ് അതിൽ കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞ അല്ലേ? ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അത്. വിഷയം റൈസ് ഓഫ് എ സൂപ്പർ സ്റ്റാർ. പിന്നല്ല. You know, the classic controller that's been around forever? Well, Microsoft just completely reimagined what a gaming controller can be. Instead of the standard setup we're all used to, this new controller is totally modular. You can take it apart and rebuild it however you want. It's called the Proteus controller. It's made up of these little cubes that snap together. Each one can be a button, a joystick, or whatever you need. The crazy part, you can put it together in over 100 different ways. But why would anyone want this? Well, think about it. We're all different, right? Some of us have bigger hands, some smaller, some people can only game with one hand. Others might have limited finger mobility. But we've all had to adapt to the same controller. എന്ത് ഇന്നോവേഷൻ അടേ, അത് എന്ത് കൺസിഡറേഷൻ നോക്കുക. നിങ്ങൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുറെ ആൾക്കാര് ഈ ഗെയിംസ് ഉണ്ട്, അവർക്ക് വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിലും സ്ട്രീം ചെയ്യുന്നവരാണെങ്കിലും അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അയ്യോ ഹാറ്റ്സ് ഓഫ്. അത് കണ്ടത് അവർ പറഞ്ഞേക്കുന്നുണ്ട്. Want this? Well, think about it. We're all different, right? Some of us have bigger hands, some smaller, some people can only game with one hand. Others might have limited finger mobility. But we've all had to adapt to the same controller design for decades. And with this new controller, if something doesn't work for you, you just change it, whatever works best for you. Plus, there's software where you can remap every button to do exactly what you want. Now, let's talk about that $300 price tag. Yeah, it's not cheap. But right now, gamers with specific needs often pay thousands for custom-made controllers that might not even work great. Most specialized controllers are made by tiny companies in tiny batches, which drives prices way up. And having a major company like Microsoft back this tech could actually start driving those prices down across the board. എന്റെ പള്ളി $300 ഒത്തിരിക്ക് 25,000. ഒത്തിരി വലിയ എമൗണ്ട് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി വലിയ എമൗണ്ട് അല്ല അത്. കാരണം ഇങ്ങനൊരു ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോൾ അവർ ഒബ്വിയസ്ലി ലൈക്ക് അതിന് ഇനിഷ്യലി ചാർജസ് കൂടുതലായിരിക്കും. പക്ഷെ കൊള്ളാം, നല്ല ഐഡിയ, കിടിലോ ഐഡിയ. അയ്യോ ഒന്നും പറയല. മൈക്രോസോഫ്റ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരുവിടെ. നിങ്ങൾ ആരെങ്കിലും ഫ്ലൈറ്റ് സിമുലേറ്റർ കളിച്ചിട്ടുണ്ടോ മൈക്രോസോഫ്റ്റിന്റെ? ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും കിടിലം ഒരു റിയലിസ്റ്റിക് ഗെയിം എന്ന് പറഞ്ഞാൽ അതാണ്. എവിടെയെങ്കിലും നിങ്ങൾ പോകുമ്പോൾ ഗൈസ്, നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഏതെങ്കിലും ഗെയിമിംഗ് എക്സ്പീരിയൻസ് സെന്ററിലോ കഫേലോ വല്ലതും മൈക്രോസോഫ്റ്റിന്റെ ഫ്ലൈറ്റ് സിമുലേറ്റർ, അതിന്റെ സിമുലേറ്റർ, മറ്റേ ഇതിൽ സ്റ്റിയറിംഗും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതിലൊന്ന് കളിച്ചു നോക്കണം ജീവിതത്തിൽ ഒരിക്കലും. നിങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്ന ഫീൽ കിട്ടും. മൈക്രോസോഫ്റ്റ് ഇത് ഫ്ലൈറ്റ് സിമുലേറ്റർ, എൻ്റെ അമ്മോ, അതിന്റെ ഗ്രാഫിക്സും അതിന്റെ ഒറിജിനാലിറ്റി ഒക്കെ ഒന്ന് കാണണം. അതൊരു ഒന്നൊന്നര ഐറ്റം ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. ബ്രോ കാൻഡോസിയർ മലയാളം ഷോർട്ട് ഫിലിം ആണ് ബ്രോ. ഞാൻ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സച്ചു സുരേഷ് ബ്രോ, ഞാൻ നോക്കാം. അതെ 10 വയസ്സുള്ളപ്പോ നിന്റെ അനിയന് 5 വയസ്സ്. അപ്പൊ നിന്റെ തന്തയായിരുന്നാണോ എനിക്ക് 10 വയസ്സുള്ളപ്പോ എന്റെ അനിയന്റെ പകുതി വയസ്സ്. അപ്പൊ എനിക്ക് 40 വയസ്സുള്ളപ്പോ എന്റെ അനിയൻ എത്ര? 20 വയസ്സ്.
അല്ല അല്ല വയസ്സ് എന്റെ എനിക്ക് 10 വയസ്സുള്ളപ്പോ 5 വയസ്സല്ലേ? അപ്പൊ 40 വയസ്സാകുമ്പോ 5 വയസ്സല്ലേ പോരാ വാരാ. ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് താരയോട് ചോദിച്ചു. ഞാൻ ഇച്ചിരി മാസമായിക്കോട്ടെ, 1 മാസമായിക്കോട്ടെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഏറ്റെടുത്തോട്ടെ. എനിക്ക് 10 വയസ്സുള്ള സമയത്ത് അവൻ എന്റെ പകുതി പ്രായം മാത്രമുള്ളായിരുന്നു. അല്ല, എനിക്കിപ്പോ എത്ര വയസ്സാണ്? എനിക്ക് 30 വയസ്സാ കുട്ടി. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അവൻ എന്റെ പകുതി പ്രായം. എനിക്കിപ്പോ 30 ഒരേ ബുദ്ധിയുള്ള ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ. അയ്യോ, എന്താ ഇതിനർത്ഥം? എന്താ CM 2026 ഇലക്ഷൻ വരുന്നത്. വിജയ ഇത് എഡിറ്റഡ് ആണോ ഈ നമ്പർ, അതോ ഇതിലെ ഇല്ല 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 ഇത് തന്നെയാണോ ഈ നമ്പർ? സിനിമയില് ഇല്ലൂമിനാണ്ടി ഇല്ലൂമിനാണ്ടി ഇല്ലൂമിനാണ്ടി. വിജയ് മുഖ്യമന്ത്രി ആവുമോടാ? എന്നാ വോട്ട് ചെയ്യുമല്ലോ, കൊറേ പേരില്ലേ. അങ്ങനെ പെട്ടെന്നൊക്കെ വന്ന് മുഖ്യമന്ത്രിയൊക്കെ ആവാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഇല്ല, അത് ടഫാണ്. എന്നാലും ആണല്ലേ? ഓ അല്ലേ. വെൻ സാന്റാക്ലോസ് വിസിറ്റ് അണ്ണാണി സ്വാം. അറിയാലോ, അണ്ണാണിയാണേ പ്രശ്നമാണ്. ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടാവണേ. വെൻ സാന്റാക്ലോസ് വിസിറ്റ് അണ്ണാണി സ്വാം ഹൗസ് സെറ്റ് 11 PM. Merry Christmas. കിട്ടണേ ഒരിക്കലും വീഡിയോ കറക്റ്റ്. ഇതൊക്കെ ആരും ചെയ്യണം. ഇതൊക്കെ വിഷയം കേട്ടത്. Do like the stream. 15K likes. എല്ലാരും ലൈക്ക് അടിക്കണേ. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. Me after getting rejected by 99th time. നിനക്കിനി പെണ്ണ് കിട്ടുമോ? അളിയ അഞ്ജലിക്ക് നിന്നെ നോട്ടമുണ്ട്. ഇനി മതിയായല്ലേ? നിന്നെ വളരെ മൂപ്പിച്ചാണ് ഈ ഗതിയായത്. എടാ, പറയാനുള്ളതൊക്കെ പറഞ്ഞേക്കണോടാ. അതിപ്പോ റിജക്ഷൻ ആണെങ്കിലും പറയാനുള്ളതൊക്കെ പറഞ്ഞേക്കണം. என்ன வேலை செய்யறான்னு சொன்னேன். டவுன் மார்க்கெட்ல பேக்கர் பேக்கரிக்காரங்கள எல்லாமே சர்ச் பாரு. അവിടെ ചെന്ന് ഫുഡ് മോശമൊന്നും പറയല്ലേ കേട്ടാ. പെരുന്നാൾ ഇടിയിട്ടും പൊക്കിയ ചെമ്പിനകത്തോട്ട് അടയ്ക്കും. ചെമ്പിനകത്തോട്ട് അടുത്ത ദിവസം സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് മീറ്റ് ആയിട്ട് നിന്നെയൊക്കെ കൊടുത്തു കളയും. കഴിക്കുക, കാശ് കൊടുക്കുക, എണ്ണീറ്റ് പോരുക. കൊള്ളത്തില്ലല്ലോ, ഇനി പോരണം. മനസ്സിലായോ? അയ്യോ ബ്രോ, കാൻഡോ സൈഡർ ഇപ്പൊ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സച്ച് സുരേഷ് ബ്രോ, ഞാൻ ഇപ്പം ഡിസ്കോ ട്രോൾസ് കണ്ടോണ്ടിരിക്കുക ബ്രോ. ഇത് കഴിയുമ്പോൾ നോക്കാം. ഞാൻ ഉറപ്പായിട്ട് നോക്കാന്ന് പറഞ്ഞല്ലേ. നോക്കാം. തമിഴ്നാട്ടിലെ 7th CM ആണോ? എനിക്കറിഞ്ഞൂടാ. അണ്ണാ സ്കിപ്പാക്കല്ലേ, ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കറിയോ മാർക്കോ ആരാണ്? മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. Each and every word counts.
അണ്ണീ ബ്ലഡ് അറിയില്ല ഈടോ അവനതില് പോസ്റ്റർ അടിച്ചത് അവനതില് അത് കണ്ടത് അവനതില് പോസ്റ്റർ അടിച്ചു വെച്ച് നിന്നെ ഞാൻ കൊറേ പുകഴ്ത്തിയതാ, ഇനി പുകഴ്ത്താൻ വയ്യ. നീ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഒന്നും പറയില്ല. തീപ്പൊറി. തീപ്പൊറിയേ പൊറി. തീപ്പൊരി തീപ്പൊരി. തീപ്പൊരി ആ വെയിറ്റ് ഫോർ ദ വെന്റ്. ബ്രോ എന്താ ഇപ്പൊ കാണിച്ചു തന്നേ? ആ കളർ പ്രിന്റ് ഇത് പ്രിന്റ് എടുത്തതാണോ ഇത്? അളിയത് പ്രിന്റ് എടുത്തിരിക്കുന്നടിയാ ഇത്. ഞാൻ ബിലീവേയില്ല. അളിയ നാളെ അവൻ വരയ്ക്കുന്ന ഇവിടെ കൊണ്ടിട്ട് നിന്റെ അണ്ണാക്കി തരും. ഞാൻ ഇതിപ്പോ പറയാറില്ല ഇങ്ങനെ. ശ്രീകാന്ത് ബ്രോ, ഇത് നിങ്ങൾ വരച്ചാണോ ശരിക്കും? ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു പോസ്റ്റ്. മേക്കിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു പോസ്റ്റ്. എന്താടാ ഇതൊക്കെ? എന്താ നമ്മളിപ്പോ കണ്ടല്ലേ? 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓട്ട മത്സരത്തിന് പോകുന്ന ഒരു പെൺകുട്ടി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓട്ട മത്സരത്തിന് പോകുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി സ്കൂളിലെ ഓട്ട മത്സരങ്ങൾ നടക്കുന്ന ജില്ലയിലെ പ്രോഗ്രാമിന് പോകാം. ജില്ലയിൽ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരം ഇന്ത്യ അന്ന് ആഗ്രഹിച്ചത്. ആ സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരത്തിൽ ഓടുമ്പോഴെങ്കിലും എന്റെ കാലിൽ ഒരു അഡിഡാസിന്റെ ഷൂ ഉണ്ടാകണമെന്ന്. എന്താ ചെയ്തതെന്നറിയോ? അവസാനം അച്ഛൻ വാങ്ങിക്കൊടുത്ത ആ പൂട്ടിന്റെ ചെരുവിൽ അഡിഡാസിന് സ്കെച്ച് പേന കൊണ്ട് എഴുതി. പിന്നീട് തന്റെ 17ാമത്തെ വയസ്സിൽ ഇന്തോനേഷ്യയിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരത്തിൽ അവൾ 1ാം റാങ്ക് കയറി. ഫിൻലാൻഡിൽ നടന്നിട്ടുള്ള 18ാമത്തെ വയസ്സിൽ 18 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിൽ 400 മീറ്ററിൽ അവർ 1ാം റാങ്ക് കയറി. ഗോൾഡ് മെഡലിസ്റ്റ്. ഈ പെൺകുട്ടിയെ തേടി സാക്ഷാൽ ഈ പറയുന്ന അഡിഡാസിന്റെ കമ്പനി എത്തി. അഡിഡാസ് കമ്പനി വന്നിട്ട് അവരോട് ചോദിക്കാണ്, ഞങ്ങളുടെ അംബാസഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന്. ഞങ്ങളുടെ ടോട്ടൽ ബൂട്ടിന്റെ അംബാസഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന്. ആ പെൺകുട്ടി അന്ന് ഒരുപാട് കരഞ്ഞു. കാരണം ഈ അഡിഡാസിന്റെ ഷൂ ഇല്ലാതെ ഓടി ഓടി നടന്നിട്ടുള്ള ഒരു കാലം അത് ഓർമ്മയിൽ വന്നു. അഡിഡാസ് കമ്പനി ചോദിച്ചു, എന്താന്ന് കരയുന്നത് എന്ന്. അവൾ ഈ സ്റ്റോറി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അന്ന് അഡിഡാസ് അത്ഭുതകരമായ ഒരു തീരുമാനമെടുത്തു. അഡിഡാസ് ലോകത്തിന് മുഴുവനും സുന്ദരമായൊരു ഷൂ ഇറക്കി. ആ ഷൂവിന്റെ പേര് ഹിമാദാസ് എന്നായി. പെൺകുട്ടിയുടെ പേരാണെങ്കിൽ എന്റെ മോനെ എന്താണ് സ്റ്റോറി കളിയാത്. ആ പേരിൽ ഈ പറയുന്ന കമ്പനി ഷൂ ഇറക്കി. ഏതൊരു കമ്പനിയുടെ ഷൂ ഇട്ട് ഓടാൻ കഴിയാത്ത പെൺകുട്ടി. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. ഒരു മനുഷ്യന്റെ അതിശക്തമായ എനർജിക്ക് ഇനാവുക. ഹിമാദാസ് അഡിഡാസ്. എന്റെ അമ്മോ, അത് എന്ത് സ്റ്റോറി അല്ലേ അത്. നെയിമിലൊരു ഇത് സത്യം. അണ്ണാ പ്ലീസ് വാച്ച് ഇറ്റ് ബ്രദർ കുക്ക്ഡ്. അയ്യോ, ഇത് ഞാൻ റീൽസിൽ കേട്ടായിരുന്നു ഗൈസ്. ഇത് എന്റെ പൊന്നോ, ഇത് എന്ത് രസോടെ കേൾക്കാൻ ഇത് ഗൈസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടോ?
അത് ഈ ഓടക്കുഴലിന് ഒരു പ്രത്യേക സോള് കൊടുക്കാൻ പറ്റും ഈ മ്യൂസിക്. വയലിൻ പോലെ തന്നെയാണ് ഓടക്കുഴലും. ഭയങ്കര സീനാണ്. അയ്യോ, ഭയങ്കര ഒരു ഡീപ്പ് ഇമോഷൻ കൊടുക്കാൻ പറ്റും ഈ ഇതിനൊക്കെ, സോങ്സിനൊക്കെ. എന്ത് സാധനമല്ലേ, കിടിലം. പിന്നെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി, ഞാന് ഫ്രണ്ട്സിൽ ചേരാൻ വേണ്ടിട്ട് സംസാരിക്കണല്ലേ. വർഷങ്ങളെ നമ്മൾ പുള്ളിയെ ഇരുന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എണ്ണീറ്റ് നിന്ന് സംസാരിച്ചതിൽ ഒരുപാട് നമ്മളെപ്പോഴും അരവിന്ദൻ ഒന്ന് എണ്ണീറ്റ് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അരവിന്ദനൊന്ന് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആള് മോട്ടിവേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അത്രയും വലിയ കൊക്കയിൽ വീണെങ്കിലും പുള്ളിക്കൊന്നും പറ്റിയിട്ടല്ലോ, ഒന്നും പറ്റില്ല. മോട്ടിവേഷൻ ഒക്കെ ആയിപ്പോ നിങ്ങൾ കാണാൻ എന്തായാലും നമ്മൾ അരവിന്ദന്റെ ഇതിനോട്ട് പോവാം. പിന്നെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാം ഇവിടെയാണ് ഇരിക്കണം. എല്ലാം ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സിലായോ? നമ്മൾ അളിയ മൂഞ്ചി അളിയ നാളെ എന്ത് ചെയ്യും അത് ഇത് ചിന്തിച്ചിരുന്നാ പോയി. പക്ഷെ നമ്മൾ ചിന്തിക്കണം, അളിയ നാളെ അത് ചെയ്യാം, നാളെ ഇത് ചെയ്യാം, അത് ചെയ്യാം. മുന്നോട്ട് ചിന്തിച്ചാലേ ഉള്ളൂ അളിയ. മനസ്സിലായി? ഇതാരാ എന്തെങ്കിലും പറ്റിയോടാ? ചിന്തിച്ചിരുന്നാ പോയി എന്ന് പറഞ്ഞിട്ടേ ചിന്തിച്ചാലേ ഉള്ള അളിയ. ചിന്തിക്കണം. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റി മെയ്ബോൺ ഇട്ടായിരുന്നു. നിന്നെയല്ലോ ആദ്യം നല്ല ഇട്ടത്. ചിന്തിച്ചാ പോയെന്ന് പയ്യൻ പറഞ്ഞു. എന്റെ പയ്യൻ പറയണ ചിന്തിക്കണം, അല്ലെ ചിന്തിച്ചില്ലേ പോയി. അതെ ചേട്ടാ, ഒരു സപ്പോർട്ട് ചെയ്യോ ഡെയർ ഡെവിൾസ് YTB പ്ലീസ്. ബ്രോ എന്റെ ലൈവ് കാണുന്ന ആളല്ലേ ഇവിടെ സൂപ്പർ ചാറ്റ് ചെയ്യണം, എനിക്ക് മനസ്സിലായില്ല. അണ്ണന്റെ വിശ്വാസം അണ്ണനെ രക്ഷിക്കട്ടെ. അച്ചു, താങ്ക് യു സോ മച്ച് ഫോർ 40. ഫ്ലൂട്ട്സ് ആൻഡ് വയലിൻ മൈ വീക്ക്നെസ്, ഓൾസോ പെപ്പർ സ്പ്രേ. നീ കള്ളനാണോ? നീ മറ്റേ മാല ഒട്ടി കിടക്കുന്നവനാടാ. പെപ്പർ സ്പ്രേ എന്താ നിന്റെ വീക്ക്നെസ്? കള്ളനവൻ. മാലല്ല, വീട്ടിൽ ലോ ഓഫ് അട്രാക്ഷൻ ഇത് തമ്മിൽ എന്ത് ബന്ധം? ഇല്ല, എനിക്കറിഞ്ഞൂടാ. അരവിന്ദനോട് ചോദിക്കണം അതൊക്കെ. അരവിന്ദനോട് ചോദിക്കണം. സ്പടിക ആർപി നൈസ് ആണല്ലോ, കണ്ടിന്യൂ ചെയ്തൂടെ? സോൾഫുൾ ബ്രോ, നമ്മൾ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചൊരു ഡിസിഷൻ എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കണത്. അപ്പം എന്തായാലും നോക്കാം. താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ്. What I expect my girlfriend to send me when she going out? Meanwhile, what she send me? എന്ത് പപ്സ് മീറ്റിംഗ്. ഇവക്കിനി തിന്നാൻ കൊളസ്ട്രോളിന്റെ മെഡിസിൻ ഇനി പുതിയതായിട്ട് കണ്ടുപിടിക്കണം. ഇതുവരെ നമ്മുടെ നാട്ടിൽ കണ്ടുപിടിച്ച മരുന്നുകളൊന്നും ഇവക്ക് ഏൽക്കുന്നില്ല. അതെങ്ങനെയാ? നേരെ പോയിട്ട് വയറ് നിറച്ച് ഇങ്ങനെ ചിക്കനും മട്ടനും അതുമെല്ലാം അടിച്ചു കയറ്റും. എന്നിട്ട് ഇടത്തേക്ക് കൊളസ്ട്രോളിന്റെ ഗുളിക പൊടിച്ചു വെച്ചിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വായിക്കത്തിട്ട് കൊളസ്ട്രോളിന്റെ മരുന്നൂടെ വായിക്കാത്തിട്ട് ഇറക്കും. ഇതാണ് പരിപാടി. എന്നിട്ട് പറയും കൊളസ്ട്രോൾ ആണെന്ന്. എന്നിട്ട് ഒരു 2 ദിവസം ലൈവ് വരും, 10 ദിവസം ലൈവ് വരത്തില്ല. എന്നിട്ട് പറയും കൊളസ്ട്രോൾ പിടിച്ച് ആശുപത്രിയിലാണ്. ഇതാണ് ഇവളുടെ ഒരു പരിപാടി. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇതാണ്. മനസ്സിലായോ? വെള്ളം അടിക്കുമ്പോൾ ലിവർ സിറോസിന്റെ മരുന്ന് കഴിക്കുന്ന പോലെയാണ് മന്തിയുടെ കൂടെ കൊളസ്ട്രോളിന്റെ മരുന്ന് ചവച്ചിറക്കുകള്. സംശയമില്ല. ഓൾവേസ് ഇൻ ലവ് വിത്ത് ദ വേ പ്രിയദർശൻ ക്രിയേറ്റ് കോൺഫ്ലിക്ട് സീൻസ് വിത്ത് അവർ ടോപ്പ് പെർഫോമേഴ്സ്. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമുള്ള ഇത് ശരിയാവില്ല, ഞാൻ ഇറക്കി വിടും കേട്ടോ. ഉമ്മതാടാന്ന് അണ്ണാർ കാട്ടി തരട്ടെ. യോഹൻ ഗെയിമിംഗ് എനിക്ക് വേണ്ട. ഇയാളെ ഈ വണ്ടി കൊണ്ടുവന്ന പ്രശ്നമില്ല. ഉറക്കപ്പിച്ച് പറയുന്നല്ലേ? ഇത് ഉറക്കപ്പിച്ചൊന്നുമല്ല, ഇത് രണ്ടുപേരും കൂടെ നടത്തുന്ന കളിയാ. ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വെളുക്കുന്നവരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കേണ്ടി വരും. ജീവനോടെ കുഴിച്ചുപെടും. തലയ്ക്ക് സുഖമില്ലേ? ഉറങ്ങിക്കിടക്കുന്നവരോട് വഴക്കടിക്കാൻ. ഏതായാലും തലേ വെച്ചു. ഇത് സഹിച്ചല്ലേ പറ്റൂ. ഈ വണ്ടി കയറാൻ നിന്റെ അച്ഛനാ പുല്ല തണ്ടി മാറി. അത് രഘുല് എറന്നിങ്ങനെ മേടിക്കും. അത് മുഹമ്മദ് മുഫീദ് ബ്രോ, താങ്ക് യു സോ മച്ച് 179. അണ്ണാ ലവ് ഫ്രം ഖത്തർ, താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്.
നമ്മൾ ഓൾറെഡി കണ്ടതാ. ഇത് മറ്റേ ഇത് നമ്മള് പാട്ടാണ് കേട്ടാ. The rap god of TVA. Rap god. 636 കൊണ്ടുപോയടാ പാവത്തിന്. നിന്റെ വായിക്കറിയടാ 8 പൊത്താണോ ആണാ? നീ പറഞ്ഞടുത്ത് വെച്ചോടാ പൊട്ടല്ലെങ്കിൽ. ഗൈസ് അപ്പൊ നിങ്ങൾ ഇറങ്ങണേ. എന്ത് സാധനല്ലേ? കറക്റ്റ് ലിപ്സിംഗ് നിന്നേട്ടാ പോയേ. ഓണർന്താ വന്ന് പയ്യൻ അവിടെ ഇറങ്ങി. ഇതിപ്പോ 2 ദിവസം ലൈവ് ഉണ്ടാവൂല. അവിടുന്ന് മാറണം, ഫ്ലാറ്റിൽ നിന്ന് മാറണം. കൊച്ചു പിള്ളേര് ചുമ്മാ കളിക്കാൻ. അണ്ണന്റെ ചേച്ചിയുടെ ആ പടം വീട്ടിൽ കൊണ്ടുതരട്ടെ. ഷിബിൻ എസ് ബ്രോ ഉറപ്പായിട്ട് വീട്ടിൽ കൊണ്ടുതാ. വിനീതിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എന്നാന്ന് വെച്ചാ ബ്രോ വീട്ടിൽ കൊണ്ടുതാ ഉറപ്പായിട്ട്. ഷിബിൻ ബ്രോ വീട്ടിൽ കൊണ്ടു തന്നാൽ മതി, ഞാൻ ഇവിടെ ഉണ്ടാവും. തേജസ് ഭാസ്കർ ബ്രോ താങ്ക് യു സോ മച്ച് ₹20 സൂപ്പർ ചാറ്റ്. ഗൈസ് മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കണേ. ആൻഡ് റോഡ് ടു നമ്മള് ഇപ്പൊ 3000 സംതിങ്. എടാ എന്റെ ഈ മെമ്പർഷിപ്പ് ഇതിൽ അപ്ഡേറ്റ് ആവുന്നില്ലല്ലേ? 873 അല്ല, എനിക്ക് മൊത്തം 3173 മെമ്പേഴ്സ് ആയി ഇപ്പം. അത് മാറ്റണം. അത് ഇത് അപ്ഡേറ്റഡ് ആവുന്നില്ല. പോള് നോക്കട്ടെ. പോള് 99% ബോയ്സ്. 16,000 പേര് വോട്ട് ചെയ്ത് 69% പോയി, 31% കേള്. നോക്കാം. അണ്ണാ ടിവിയുടെ എല്ലാ മെമ്പേഴ്സിന്റെ ഫേസ് റിവീൽ ചെയ്യിപ്പിക്കും ഉണ്ണിക്കണ്ണൻ. ചെയ്യാടാ, അത് പൈ ചെയ്യാം. ഒരു ഫാൻ ബോയ് സംഭവം வேணா ஒரு டெஸ்ட் வைக்கலோ. எங்களை மாதிரி ஆளுங்களுக்கு எல்லா பக்கமும் கண்ணு சூதானமா இருக்கும். எந்த பக்கம் எவன் நோக்கியாலும் தெரிஞ்சிடும். எனக்கு தெரிஞ்சு இப்ப நம்ம நோக்கிட்டு இருக்கிறதே அவனுக்கு தெரிஞ்சிருக்கும். இன்னும் கொஞ்ச நேரத்துல நம்மள திரும்பி பார்ப்பான் பாரு. கண்டிப்பா പറഞ്ഞില്ലേ பயந்துட்டியா? பயமில்ல, உனக்கு புரியாது. விசாரிச்சுக்கலாம். அப்ப ஆளுநர் பார்த்து சொல்றாரு. എന്ത് ഫ്രെയിമല്ലേ അത്? അമ്മോ, ആ ഫ്രെയിം കണ്ടോ? സീൻ. അണ്ണ ട്രാൻസ്ഫോർമേഷൻ കണ്ടോ? ഇതൊരു വല്ലാത്ത ജേണിയാണിത്. ഏതാ പേട്ട ഡൗൺലോഡ് ആക്കിട്ടോ? സത്യത്തിൽ ഇന്ന് പേട്ട എനിക്ക്, പക്ഷേ പേട്ടേക്കാള് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ജയിലർ കാണാനാണ്. ഞാൻ മെനഞ്ഞാന്നിരുന്ന് ജയിലർ മൊത്തം കണ്ടു തീർത്ത്. ജയിലർ വീണ്ടും ഒന്നുകൂടി ഇരുന്ന് കണ്ട്. അത് ഇവിടെ ഹോം തിയേറ്ററിൽ ഇരുന്ന് കാണണം ജയിലർ. അത് നൈറ്റ് ലൈവില് പടം കാണാൻ പറ്റുമായിരുന്നു കണ്ടേനാടാ. അതന്നെ നമ്മളെല്ലാം കാണാറുണ്ടല്ലേ. എന്താണ് കുടിച്ചത്? ഇന്ത്യ കിട്ടുമല്ലോ. കൊക്കോലല്ലേ? കൊക്കോലയല്ലേ? കൊക്കോലയെ കൊക്കോല
കോലയല്ല, കോളയാണെങ്കിലേ ഉള്ളു, കോളയാണെങ്കിലേ ഉള്ളു, കോലയല്ല എന്തായാലും, കൊക്കോല. ഈ സാധനം ഇന്ത്യ കിട്ടുന്ന അറിയിക്കും കേട്ടോ. ലിങ്ക് ഡൗൺലോഡിങ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബസ്സണ്ണ ആളെ മനസ്സിലായി, അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാമോ? ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് വന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സത്യം പറയട്ടെ. ഇതിനകത്ത് ഒരു കാര്യം പറയട്ടെ. ഈ ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്ത് എനിക്ക് വീട്ടിൽ വെക്കാൻ എന്റെ കല്യാണം വേണ്ടി വന്നു എനിക്ക്. ഞാൻ എന്റെ സത്യം, എന്റെ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. കാരണം എന്റെ അച്ഛന്, അമ്മ, ചേച്ചി, ഞാനിവിടെ ഉള്ളൊരു ഫോട്ടോ പ്രിന്റ് ചെയ്ത് എൻ്റെ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് എൻ്റെ വീട്ടിൽ വെക്കണം എന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. 10-15 വർഷം പപ്പ ഗൾഫിലായിരുന്നു, എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പപ്പ തിരിച്ച് നാട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഞാൻ പഠിക്കാൻ പോയി, എൻ്റെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെ പുറത്തു പോയി ഫോട്ടോ ഒരുമിച്ചെടുക്കാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ചേച്ചി എറണാകുളത്ത് പോയി, ചേച്ചി അവിടെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ ഒരു ഫോട്ടോ എൻ്റെ 25-26 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. 26 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയത്. സത്യം പറയാല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ഈ ഫോട്ടോ എനിക്ക് എന്റെ കല്യാണത്തിന് അങ്ങനെ ഒരു മൊമെന്റ് എനിക്ക് കിട്ടിയത്, ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ പോലും. അല്ല, ഞാൻ അത് ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങള് സ്വന്തം ഫാമിലിയിൽ എല്ലാവരോടും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഇപ്പോഴും ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാത്ത ആൾക്കാരുണ്ടാവും. എനിക്ക് അറിയാം. അത് അങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം എന്നല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു ഫോട്ടോ കിട്ടാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ ഉറപ്പ് പറയാം. മൊബൈലിൽ എടുക്കുന്ന ഒരു ഫോട്ടോ എന്നുള്ളൊരു ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു എന്താ പറയുക, അതൊരു പ്രത്യേക, നമ്മൾ സ്റ്റുഡിയോയിൽ പോയി അങ്ങനെ എടുത്ത് ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കിട്ടും. അതെനിക്ക് അങ്ങനെ മനസ്സിലാഗ്രഹമുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ആ ഒരു ഫോട്ടോയുടെ വാല്യൂ. വൺ ഓഫ് ദ ഫേവറേറ്റ് ഡ്രോയിങ് ആണ്. അത് കണ്ടപ്പോഴേ എനിക്കറിയാം കുഞ്ഞായിട്ടുള്ള ഫോട്ടോ ആദ്യം ഇടാൻ പറ്റും. ഡ്രീമറാ വീഡിയോ എടുത്ത് ഡ്രീമർ ഉണ്ടായിരുന്നു ഇവിടെ. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായ ഫോട്ടോ കണ്ടപ്പോൾ. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. വിഷിംഗ് യു ബേബി ഗേൾ ഫ്രം ഫാദർ ഓഫ് 2 girls. ഡോണി ഡിപി ബ്രോ, താങ്ക് യു സോ മച്ച്. അത് 40. അണ്ണന്റെ ജില്ലയിൽ എവിടെയൊക്കെ അംബരീഷ് ബ്രോ, താങ്ക് യു സോ മച്ച്. അണ്ണ എന്റെ അമ്മ ചോദിച്ചു, ബ്രോയെ എന്നെ പോലെ ഫുൾ ബ്ലാക്ക് ബനിയൻ ആണല്ലോ എന്നോ. ഫുൾ ബ്ലാക്ക് ബനിയൻ ആണല്ലോ, ഞാൻ എവിടെയുണ്ടാവും, അമ്മ കാണുമ്പോൾ ഒക്കെ ബ്ലാക്ക് ആണ്. അംബരീഷ് ബ്രോ, ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചാൽ എൻ്റെ ഷെൽഫ് നിങ്ങൾ, എൻ്റെ ഡ്രോയർ നിങ്ങൾ കാണണം. എൻ്റെ ഡ്രോയർ ഇടാ ബ്ലാക്ക് ഡ്രസ് കൊണ്ട് ഇവിടെ വീട്ടിൽ സ്ഥലമില്ല. ഇനി സ്ഥലമില്ല. എന്റെ ബെഡ്റൂം ബ്ലാക്ക് ആണ്. എന്റെ ബെഡ്റൂം, എന്റെ AC ബ്ലാക്ക്, മറ്റേ ഈ പറയണത് പോലെ എന്താ ഡ്രോയർ എല്ലാം ഞാൻ ബ്ലാക്ക് തീമിലാണ് പണിതിരിക്കുന്നത്. ലൈറ്റ് മാത്രം ബ്ലാക്ക് അല്ല. കുഴിക്കാൻ വേണം മൺവെട്ടി, സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, നീയാണ് എന്റെ മണവാട്ടി, സോറി വാസുട്ടിന്ന്. ഫിഫി തുപ്പിത്തരുവേ ഞാൻ. ഫിഫി വേണ്ട. നീയും ബ്ലാക്ക് എന്നോ? അയ്യോ, അതിലെനിക്ക് എനിക്ക് അതിൽ ഒരു വിഷമവും ഇല്ലാത്തൊരു കാര്യമാണ്. എനിക്ക് എന്റെ കളറിന്റെ പേരിൽ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? ഒരു കുഴപ്പവും ഇല്ല ബ്രോ, ഒരു കുഴപ്പവും ഇല്ല, സന്തോഷം. എനിക്ക് അതിൽ ഞാൻ കൺസേൺഡ് അല്ല. ഞാൻ മറ്റേ വെളുക്കാനൊക്കെ മറ്റേ ഒരു സമയത്ത് ക്രീം മേടിച്ച് തേച്ചോണ്ടിരുന്ന ടൈമൊക്കെ ഉണ്ട്. ഒരു സമയം എനിക്കൊരു ടൈം വന്നപ്പോൾ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എന്നെ ഹിറ്റ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്, ഈ വെളുപ്പിലും കറുപ്പിലും ഒന്നും ഒരു കാര്യമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. അത് തന്നെ, വർക്കിലാണ് കാര്യം, മനസ്സിലായ? അതെന്തായാലും എനിക്കുണ്ട്. അതെന്തായാലും എനിക്കുണ്ട്. എനിക്ക് അച്ചീവ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ കളർ വെച്ച് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സന്തോഷമാണ്, മനസ്സിലായ? ഈ വെളുപ്പ് കറുപ്പെന്നൊക്കെ പറയണത് വെറും ഇതാണ്. നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അത് കാലം പഠിപ്പിക്കുന്നില്ല. ആരും പറഞ്ഞു തന്നാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുത്ത മകനെ, അത്രേ പറയാവുള്ളൂ. ചുമ്മാ ഒരു സൂപ്പർ ചാറ്റ് ബ്രോ. താനസ് ബ്രോ, താങ്ക് യു സോ മച്ച്. 810. ഇതെന്താ?
ഇത് ഗെയിമിലെയാണോ അതോ അല്ലല്ല ഒറിജിനൽ നാട്ടിലുള്ള. ഇങ്ങനൊക്കെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ? ഓ This is പോലീസ് പിടിക്കും. പക്ഷേ ഇതെന്തിന് ചുമ്മാല്ല വിനീത് പറയുന്നു. ഇവനെ എനിക്ക് തോന്നുന്നു ഈ വിനീത് ഈയിടെയായിട്ട് കാണുന്ന റീൽസ് എല്ലാം ഇതാണ്, മനസ്സിലായ? ടൂറിസ്റ്റ് ബസ് ലൈറ്റ് കത്തി വരുന്നു, തീ കത്തി വരുന്നു, പുകയായിട്ട് വരുന്നു. ഇതൊക്കെയാണ് ഇവൻ ഇരുന്ന് കാണുന്നത്. ഇവനിപ്പോ BMW കൈ കിട്ടിയപ്പോ BMW കൊതി തീർന്ന് ഇവനിപ്പോ ബസ്സിലായി കേട്ടാ. ഇവൻ ഇതൊക്കെയാന്ന് തോന്നുന്നു കാണുന്നത് കേട്ടാ. അണ്ണ ഇങ്ങനെ ലൈറ്റ് ആയിട്ടാണ് വണ്ടിയില്ല അണ്ണ. കർണാടക കൊണ്ട് രജിസ്റ്റർ ചെയ്യും വണ്ടി, എന്നിട്ട് കേരളത്തിൽ ഓട്ടോ ഓടും. അപ്പൊ കേസ് വരുന്നില്ല, കർണാടക രജിസ്ട്രേഷൻ അല്ലേ. എന്തിനാടാ അതൊക്കെ? സഞ്ചരിക്കുന്ന ഉത്സവ പറമ്പോ അതൊക്കെ എന്തൊരു സാധനം. അപ്പൊ അങ്ങനത്തെ വേറെ കേരളത്തെ രജിസ്ട്രേഷൻ അല്ലല്ലോ, അപ്പൊ ഫൈൻ വരൂല. ഓ അണ്ണാ, വീട്ടിലെ ടിവിയില് നെറ്റ്വർക്ക് ഇല്ല. സയ്യൂദ് സിനത് 40 രൂപ. എനിക്ക് നീ 40 രൂപ തന്ന സമയത്ത് ആ നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടിട്ട് അതിനകത്ത് റീചാർജ് ചെയ്താൽ പോരായിരുന്നു ഈ 40 രൂപയുടെ ചേർത്ത്? 22 രൂപ റീചാർജ്. അഭിലാഷ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 29 rupees. ഈസി ടോണി. ഇതെന്തളിയാ? അത് ഒറിജിനൽ ഊരി കൊണ്ടുപോയിട്ട് ഡ്യൂപ്ലി വെച്ച് കള്ളനാണ്. ഇതിന് ഊരാൻ പറ്റുമോ? ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. എന്നാ അത് കട്ടൗട്ട് ആയതായിരിക്കും അണ്ണ, ഒറിജിനൽ അത് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണെന്ന്. എടാ ന്യൂ ബസ് എടുക്കണേടാ, നമുക്ക് വിനീതിനെ വിളിച്ച് ഇന്നെന്നാണ്. ജോക്കർ ബ്രോ, നിങ്ങളും കൂടെ അവനെ ഓരോന്ന് ഇതാക്കി കൊടുക്കല്ലേ ജോക്കർ ബ്രോ. ഉള്ളതിന്റെ ഫിനാൻസ് അടയ്ക്കാൻ പറ്റുന്നില്ലേ? വേണ്ടേ? മിസ്റ്റർ മടിയൻ ബ്രോ, താങ്ക് യു സോ മച്ച് 40. അണ്ണാ, എനിക്കൊരു ഷൂ വാങ്ങാൻ 1000 രൂപ തരുമോന്ന്. 40 രൂപ വന്നിട്ട് നീ 1000 രൂപ ചോദിച്ചല്ലേ എന്നെ അടുത്ത്? മിസ്റ്റർ മടിയൻ, നിന്റെ പേരിലുണ്ട് നീ മടിയനാണെന്ന്. മടിയനാണെന്ന്. പണിക്ക് പോവാ, വാങ്ങിക്കുക. 40 രൂപ വന്നിട്ട് 1000 രൂപ ചോദിച്ചാ നീ എന്റെ അടുത്ത് ഷൂ വേണ്ട. 960 രൂപ കഴിക്കണം. പ്രോജക്ട് ഹെവൻ. എന്റെ വണ്ണം കണ്ട ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇത്ര ഉള്ളായിരുന്നു. ഒന്നും ഇല്ലല്ലോ അവിടെ. അതാ പറഞ്ഞ ഇത്ര ഉള്ളായിരുന്നു ഞാൻ. അപ്പൊ എങ്ങനാ? ഇതാണ് ഹെവൻ. ഈ റൂമാണ് ഹെവൻ. ഇങ്ങനെ ഇരുന്നത് ഞാൻ അവിടെ ഇരിക്കും. ആ ടി വി ഇരിക്കുന്നിടത്ത് TV ഇരിക്കുന്നിടത്താണ് നീ ഇരിക്കുന്നേ. അതന്നെ ഞാൻ അവിടെ ഇരുന്നു. ഇതാ അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ഡോർ ഉണ്ടായിരുന്നു. ആ ഡോർ ഇപ്പോഴും ഉണ്ട് അവിടെ. ഉണ്ട്. അത് നിനക്ക് കാണത്തില്ലെന്നല്ല, അത് അതിന്റെ ഐഡിയ ചെയ്തേക്കുക. കൊള്ളാലോ. ഇതാണ് ഗെയിമിംഗ് റൂം. ഇതിപ്പോ ആഫ്റ്റർ ആൻഡ് ഇവിടുന്ന് ഈ വാതില് പോവും, ഈ വാതിൽ പോവും, ഈ ജനലിൽ പോവും. TV ഫുള്ളി ഇവിടെ ആയിരിക്കും വരുന്നത്. TV, പ്ലേ സ്റ്റേഷൻ എല്ലാം. AC അവിടെ തന്നെയാണോ? AC അവിടെ തന്നെ, കറക്റ്റ് അവിടെ തന്നെ. അപ്പം മറ്റേ റൂമോ? സബ്സ്ക്രൈബേഴ്സ് റൂം അത് ഇവിടെ തന്നെ ആയിരിക്കും PC. അപ്പൊ എങ്ങനെ കയറി വരും? എങ്ങനെ കയറി വരും? അകത്തൂടെ തന്നെ ഈ വാതിൽ അടച്ചേക്കും എപ്പോഴും. ഓക്കെ. ആ റൂമാണ് ഗെയിമിംഗ് റൂം. അദ്ദേഹം സ്റ്റേജിലേക്ക് വന്ന് 2 മിനിറ്റ് നേരം വെറുതെ നിൽക്കുന്നു. ഒരുപാട് ആളുകൾ ബോധം കെട്ട് വീഴുകയും 1500 പേർക്ക് പരിക്ക് പറ്റുകയും 40 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സെലിബ്രിറ്റി. ഓ മൈക്കിൾ ജാക്സൺ. ക്രൗഡ് കണ്ടോ സൗണ്ട്? എങ്ങനെയാണ് പുള്ളി സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ ഇത്ര ആൾക്കാരെ പുള്ളി ചെയ്തത്? അതാണ് എന്റെ എന്റെ പൊന്നോ, കണ്ട നിങ്ങള് ആലോചിച്ചോളും കൈസ്. ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റും ഇല്ലാതെ പുള്ളി അത്രയും ക്രൗഡ് പുള്ളി ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോ. എന്റെ ഫേസ് വൈറ്റാണ്, ബട്ട് കുണ്ടി ബ്ലാക്ക് ആണെന്നോ താനറ്റോസ് ബ്രോ? മുഖത്തല്ലല്ലോ, മുഖം ബാക്ക് അല്ലല്ലോ നീ കാണിച്ചോണ്ട് നടക്കണത്. അത് വെളിയിൽ കാണുന്നില്ലല്ലോ, നിനക്കെല്ലാം അറിയുള്ളൂ. ഇപ്പൊ 13,000 പേര് അറിഞ്ഞില്ലേ?
എന്തൊക്കെ പ്രശ്നമാണെന്ന് നോക്കണേ ഓരോരുത്തവന്മാർക്ക്. അണ്ണാ 19ന്റെ ഡേറ്റ റീചാർജ് ചെയ്ത് തരുമോ? 40 രൂപ. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. 40 രൂപ വന്നിട്ട് നീ 19ന്റെ റീചാർജ്, നിനക്ക് ആ 40 രൂപയ്ക്ക് അതൊന്ന് 19 രൂപ ചെയ്തെങ്കിൽ 21 രൂപ അക്കൗണ്ടിൽ ഉണ്ടാവില്ലായിരുന്നോ? അതും അണ്ണന് 40% കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അതെ. അഭിലാഷ് DS ബ്രോ താങ്ക് യു സോ മച്ച്. 179 വസണ്ണ നാളെ വന്നാൽ വീട്ടിലുണ്ടാവും. ഇല്ല ബ്രോ, നാളെ എനിക്ക് ഒരു എൻ്റെ സ്കൂളിൽ ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ നാളെ അതിന് പോവും. പിന്നെ വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ എന്തായാലും ഉണ്ടാവില്ല. നാളെ കഴിഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം വാ അഭിലാഷ് ബ്രോ. അല്ലേ കിടിലം ഐഡിയ എനിക്ക് അറിഞ്ഞൂടാ. കൊച്ചിന്റെ ഐഡിയ എനിക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കുക. എനിക്ക് അറിഞ്ഞൂടാ, ഐഡിയ അറിഞ്ഞൂടാ. അണ്ണാ ഒരു ഉമ്മ തരട്ടെ. ഡീൻ ലൈക്ക് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 40 rupees. ബ്രോ അശ്വൻ ദേവ് ബ്രോ താങ്ക് യു ഫോർ 20. ഞാനൊന്നും പറയണ്ടായിരുന്നു. അംബരീഷ് 40 rupees. ഒന്നും കൂടി അങ്ങ് അടിക്കണം. ഒരെണ്ണം കൂടി അന്റെ തൊപ്പിന്റെ പറക്കത്തോണ്ട് ഒരു ഗോളും കൂടി. തൊപ്പി വന്നതിന്റെ പറക്കത്തോണ്ട് അശ്വൻ ദേവ് ബ്രോ താങ്ക് യു സോ മച്ച് 20. അപ്പം ഇത് നമ്മൾ കണ്ടത് ഓൾറെഡി. കണ്ടു மணியோட ஃபேவரட் ஆக்டர், கமலோட ஃபேவரட் ஆக்டர், ராம்கோபால் வர்மாவோட ஃபேவரட். தெரியுமா உங்களுக்கு? கமலுக்கு நீ தான் ஃபேவரட் ஆக்டர். நான் வந்து போய் மம்முட்டி கூட ஆக்ட் பண்ணிட்டு வரும்போது ஐம் ஆக்டிங் வித் மம்முட்டி. மோகன்லால் கூட நடிக்கலையான்னு கேட்பாரு. நீ மோகன்லாலோட ஆக்டிங் பார்க்கணும் பாரு. ஸோ இப்படி எல்லாரும் உங்களுக்கு ஃபேன்ஸா இருக்கு. മോശം സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ആളാണ് ഞാൻ, പറയാറുണ്ട്. എൻ്റെ ഹോണസ്റ്റ് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം, ടു ബി ഹോണസ്റ്റ്, ഞാൻ ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയാണ്, ഇങ്ങേരുടെ ഒരു കിടിലൻ കമ്പാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ പുള്ളിയെ മോശം പറയത്തില്ല. കാരണം പുള്ളി ഇത്രയും വർഷം ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് മാത്രം മതി എനിക്ക് അങ്ങേരുടെ ആരാധന തോന്നാൻ. പുള്ളി ചെയ്ത 2 പടം, ഞാൻ പറയാം, ചിത്രം, അതുപോലത്തെ ഒരു 2-3 പടം കണ്ടാൽ മതി ഇങ്ങേരുടെ ഫാൻ ആവാൻ എനിക്ക്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. പക്ഷേ പുള്ളി കുറേ മോശം ഫിലിംസ് ഈ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പുള്ളിയെ ചീത്ത വിളിക്കാനെന്ന് പറയത്തില്ല. സ്ക്രിപ്റ്റ് മോശം അല്ലെങ്കിൽ ഇത് ക്യാരക്ടർ ചെയ്തത് മോശമാണെന്ന് ഞാൻ പറയും. ബട്ട് പുള്ളിയുടെ ഒരു കിടിലൻ കമ്പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങേരെ സ്ക്രീനിൽ കാണുന്ന സന്തോഷം എനിക്ക് വേറെയാണ്. ഞാനൊരു മോഹൻലാൽ ഫാനാണ് സത്യം പറഞ്ഞു. എനിക്ക് മമ്മൂട്ടിയുടെ പടങ്ങൾ കാണാറുണ്ട്, ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ലാലേട്ടനെ ഭയങ്കര കാര്യമാണ് ശരിക്കും. വളരെ പണ്ട് ഒരു മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫിലിമിന്റെ കോഴ്സ് പഠിച്ചതിന് ശേഷമാണ് എല്ലാവരുടെയും ഫിലിംസ് കാണാനൊക്കെ തുടങ്ങിയത്. പിന്നെ ഞാൻ നിന്റെ കൂട്ട് മറ്റേ വല അറിയാൻ പോകണമെന്ന് നീ വിചാരിച്ചേ? ഞാൻ എന്താ പഠിച്ചേ? ഞാൻ BSc വിഷ്വൽ മീഡിയ പഠിച്ചത്. നിന്റെ കൂട്ട് മറ്റേ കാശ് കൊടുത്ത് പഠിച്ച സർട്ടിഫിക്കറ്റ് അല്ലേ, മനസ്സിലായ? സിവിൽ എഞ്ചിനീയർ ആണ് കേട്ടോ ഇവൻ സിവിൽ എഞ്ചിനീയറാ. അതിന്റെ ഏതെങ്കിലും ഒരു സിവിൽ ഞാൻ റെഗുലർ ഒരു ചലഞ്ച് തരട്ടെ നിനക്ക്. ഞാൻ കോളേജിൽ പോയിട്ടില്ല. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് നിന്റെ കൂടെ VC ഇരുന്ന് സംസാരിച്ച ഒരു ഡിബേറ്റിന് റെഡിയാണോ നീ? ഇല്ല ഞാൻ ക്ലാസ്സിലെ പോയിട്ടില്ല. നിനക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി? എക്സാം പാസ്സായി കിട്ടി. എക്സാം എങ്ങനെ എഴുതി നീ? കൈ വെച്ച്.
അളിയ വൈശാഖ് നാഥ് എസ് എസ് ബ്രോ താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ് താങ്ക് യു സോ മച്ച്. ഹബി ആഷിം താങ്ക് യു സോ മച്ച്. അതാണ് ഈഗിൾ ബ്രോ, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനർ ആണെന്ന്, നിങ്ങളുടെ വർക്ക്സ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ബ്രോ. വാട്സപ്പിൽ മെസ്സേജ് അയക്കി, ഞാൻ വർക്ക്സ് അയച്ചു തരാം. ലേറ്റസ്റ്റ് കമ്പനി വർക്ക്സ് അയക്കാൻ പറ്റത്തില്ല ബ്രോ, ഞാൻ ഫ്രീലാൻസ് ചെയ്ത വർക്ക്സ് അയച്ചു തരാം. ആലൻ ബ്രോ താങ്ക് യു സോ മച്ച് 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ലിയോ കോഡ് ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. പിന്നെ ബ്രോയ്ക്ക് അല്ലാതെ എൻ്റെ വർക്ക്സ് അല്ലാതെ കാണണം, എൻ്റെ പഴയ വർക്ക്സ് കണ്ടാൽ മതിയെങ്കിൽ ബിഹാൻസിൽ പോയിട്ട് ദിലിൻ ദിനേശൻ ദിലിൻ ദിനേശ് എന്നാണ് വെച്ചിട്ടേക്കുന്നത്. DILINDINESH അടിച്ചിട്ട് പേഴ്സൺ കൊടുത്താൽ മതി, വരും. എൻ്റെ വർക്ക്സ് ഒക്കെ അതിലുണ്ട്. എൻ്റെ ഒരു 3-4 വർഷം മുമ്പത്തെ വർക്ക്സുകളെല്ലാം അതിനകത്തുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ ബിഹാൻസ്. അണ്ണാ ഞാനും BSc വിഷ്വൽ മീഡിയ ആണ്, ഗംബി ക്രിക്ക്. ഓക്കെ, ഒരുത്തിനോട് നശിച്ചു പോയതിലൊരു സന്തോഷമുണ്ട് ഗംബി. അപ്പൊ ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കോ ട്രോൾസ്. നമ്മൾ ഇത്രേ നോക്കുന്നുള്ളൂ. നമുക്ക് ലാസ്റ്റ് എന്തോ നോക്കണം എന്ന് പറഞ്ഞു. മറ്റേ അബ്സോൾ ബ്രോ എന്തോ പിന്നെ ഏതോ ഒരു ചാറ്റിലെ പയ്യന്റെ ഉമ്മ പാടിയ പാട്ടെന്ന് പറഞ്ഞിട്ടോ. അതിന്റെ ലിങ്ക് ആക്ച്വലി കിട്ടിയിട്ടില്ല. ഹബീബി കം ടു ദുബായ്. അളിയ കൈ ഈകള് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ ചെക്കൻ കണ്ണീർ പൂവിന്റെ പാട്ട് പാടുന്നത്. 10 ദിവസം ഒന്നും എടുക്കൂല, മിക്കവാറും നാളെ മുതൽ കണ്ണീർ പൂവിന്റെ പാട്ട് പണിയൊക്കെ തുടങ്ങിട്ടാ പയ്യൻ. കേട്ടാ ഈകളെ പക്ഷെ സ്റ്റോറിയൊക്കെ ഇടുന്നതായിരിക്കും. അവിടെ അടിച്ചു പൊളിക്കുന്നെന്ന് പറയും. ദുബായില് ലക്ഷറി ലൈഫിന് വന്നതാണ് പയ്യൻ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയടാ സ്കൈയെ, നീ ഭയങ്കര ലക്കിയാണ്. ഞാൻ പറയട്ടെ, കേരളത്തിൽ നിന്ന് ജോലിക്ക് ദുബായിലൊക്കെ പോണവന്മാര് ശരിക്കും പറഞ്ഞ കൂട്ടത്തിലാരാ ഉറങ്ങുന്ന, കൂട്ടത്തിലാരാ കിടക്കുന്നതെന്ന് പോലും അറിയാതെ ഓരോ ക്യാമ്പുകളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ അളിയാ, നീ ഭയങ്കര ലക്കിയാ. നിനക്ക് എല്ലാം ചെയ്തു തരാനും നിന്റെ കൂടെ സംസാരിക്കാനെങ്കിലും റമീസ് ബ്രോ അടക്കം കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. ആ കാര്യത്തിൽ നീ ഞാൻ പറയാണ് 1000% ലക്കിയാണ്. ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിച്ച വിഷമം എനിക്കറിയാം. നിന്റെ ചുറ്റും ആൾക്കാരുള്ളത് കൊണ്ട് നിനക്ക് പിന്നെയും കുറച്ച് സന്തോഷം ഉണ്ടാവും. അതിൻ്റെ 3-1 പോയിട്ട്, അതായത് ഒരു റൂമിലുള്ളവൻ ഏതാന്ന് പോലും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ദുബായിൽ നിൽക്കുന്നുണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ നീ അളിയാ, നീ മാരക ലക്കിയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എല്ലാരും വരട്ടെ. അതെ, ചാറ്റിൽ പറഞ്ഞ പയ്യന്റെ ഉമ്മ പാടിയ സോങ്. ഓക്കെ, ഞാൻ ഒരു മിനിറ്റ്. റൈസൻ OP താങ്ക് യു സോ മച്ച് ഫോട്ടി. ചേച്ചിക്ക് ഒരു PC സെറ്റാക്കി ഗെയിം കളിപ്പിക്കുക. ലവ് യു അണ്ണ. ഡെലിവറി ഒക്കെ കഴിയട്ടാ, നമുക്ക് സെറ്റാക്കാം. ഇനി ചോദിക്കുന്ന ആരെങ്കിലും റീചാർജ് ചെയ്തോ GPay ചെയ്ത്, ഇനി ചോദിക്കുന്ന ആർക്കെങ്കിലും റീചാർജ് ചെയ്തോ GPay ചെയ്ത് കൊടുത്തോന്ന്. ബ്രോ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പം എൻ്റെ ഗൂഗിൾ പേ മറ്റേ ആ അക്കൗണ്ടിനകത്താണ്, ഞാനത് നോക്കാറ് പോലും ഇല്ല സത്യം പറഞ്ഞ്. ഇത് നമ്മുടെ ലൈവ് കാണുന്ന ഒരു പയ്യൻ്റെ ഉമ്മ പാടിയതാണ് കേട്ടോ. എനിക്ക് ഇത് ഏതാണ് പാട്ട്? എടാ ഇത് ഇവരെനിക്ക് കോപ്പിറൈറ്റ് തരുവോടാ? എടാ ഈ ഇട്ടേക്കുന്ന മീഡിയ എനിക്ക് തരുവോ? സ്ട്രൈക്ക് അടിച്ച് തരുവോ ബ്രോ? ഇത് ആരാണ്? മില്യണർ ഓഡിയൻസ്. ഇത് എന്തായാലും കിട്ടും. പറയാൻ ഇല്ല ബ്രോ, ഇതെന്തായാലും കിട്ടും ബ്രോ. ഇത് ഇങ്ങനെ ലിങ്ക് ആയിട്ട് അയക്കാതെ അടുത്ത ഡിസ്കോ ട്രോൾസിൽ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടിട്ടാൽ ഉപകാരമായിരിക്കും. ഇതെനിക്ക് കിട്ടും ബ്രോ, ഇതെനിക്ക് ഉറപ്പാണ്. ഇത് മിക്കവാറും അവന്മാർ സ്ട്രൈക്ക് അടിച്ച് തരും എനിക്ക്. മില്യണർ ഓഡിയൻസിന്റെ ഇതാണിത്, ഇതെനിക്ക് കിട്ടും. അപ്പൊ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സ്നൈപ്പിന്റെ ലൈവ് നോക്കുന്നു. സ്നൈപ്പിന്റെ ലൈവിൽ എന്താ മറ്റേ വേറെ സിറ്റിയിലെ ഒരു ഗ്യാങ് അവിടെ ബെല്ലാരിയും നമ്മളും, അത് വേറെന്തോ ഉണ്ട്. അവിടെ എന്തോ സിറ്റുവേഷൻ ആണ് ഗൈസ്. അത് വേറെ സിറ്റിയിലെ വേറെ ഗ്യാങ്ങിന്റെ കാര്യമാണെന്ന്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ RP കാണുന്നവരൊക്കെ സ്നൈപ്പിന്റെ ലൈവിലോട്ട് ചെല്ലുക ഗൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കോ ട്രോൾസ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ താങ്ക് യു ഉബൈദ് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗൈസ് ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിച്ചിട്ട് പോണേ. എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോണേ. ജെഫിൻ കി ബ്രോ ഹായ് ബച്ചു. എൻ്റെ വീഡിയോ ഒന്ന് കാണുമെന്നോ? ജെഫിൻ ബ്രോ ഡിസ്കോഡിലൊക്കെ കൊണ്ടിടും ബ്രോ. ജെഫിൻ ബ്രോ എന്താണ് നിങ്ങൾ ഇങ്ങനെ? അണ്ണാ ലൈറ്റ് നൈറ്റ് ഇല്ലേ? ഫുഡ് കഴിച്ചു? ഇല്ലാതെ ലൈറ്റ് നൈറ്റ് ഇന്നിരിക്കണം. നമ്മൾ കുറച്ച് നേരം, ഇന്ന് ഞാൻ കുറച്ച് നേരം ഉണ്ടാവും. ഇന്ന് എനിക്കൊരു ടാർഗറ്റ് ഒരു 250-270 കില്ലാണ്. PUBG PC ഉണ്ട്. കുറച്ച് നേരം ഇരിക്കണം. അപ്പൊ ഇല്ല എനിക്ക് ഫുഡ് കഴിക്കണോ? ഞാൻ ഒന്നും കഴിച്ചില്ല, കഴിച്ചിട്ട് വരാം. നീ ലൈവ് ഒന്ന് നോക്ക് ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ദാ വരുന്നു.
അപ്പൊ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചിട്ടും സബ് ചെയ്യാത്തവർ സബ് ചെയ്തിട്ടും പോകണം. ഞാൻ എന്താ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ വരാം. എനിക്കൊരു 10 മിനിറ്റ് സമയം വേണം.